മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബോംബ് ഭീഷണി, അത് ഇമെയിൽ മുഖേനയാണ് ആ സന്ദേശം വന്നിരിക്കുന്നത്. അത് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ആ സന്ദേശം ലഭിച്ചിരിക്കുന്നതെന്ന് അറിയുന്നു. പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. ഉടൻ തന്നെ ബോംബ് സ്ക്വാഡ് അടക്കമുള്ള പരിശോധന സംഘം സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആർ ശ്രീജിത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, പറയൂ. GK, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബോംബ് ഭീഷണി വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്ന ഇമെയിൽ സന്ദേശത്തിലാണ് ബോംബ് ഭീഷണി ഉള്ളത്. എന്തായാലും ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന ആരംഭിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എപ്പോഴും അതീവ സുരക്ഷാ മേഖലയിൽപ്പെട്ട ഓഫീസാണ്. അവിടെ എപ്പോഴും പോലീസും മറ്റ് സംവിധാനങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ പരിശോധന വളരെ വേഗത്തിൽ തന്നെ നടന്നിട്ടുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിനും ഒപ്പം റെയിൽവേ സ്റ്റേഷനും ഒക്കെ തന്നെ സമാനമായ രീതിയിൽ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. ഈ ഭീഷണികളെല്ലാം വ്യാജമാണെന്ന് പിന്നീട് പരിശോധനയിൽ വ്യക്തമാവുകയും ചെയ്തു. എന്നാൽ അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് ബോംബ് ഭീഷണി വന്നിരിക്കുന്നത്. ബോംബ് ഭീഷണി വന്നതായി മുഖ്യമന്ത്രി ഓഫീസ് സ്ഥിരീകരിച്ചു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി ഓഫീസിലേക്ക് വന്ന ഇമെയിൽ സന്ദേശത്തിലാണ് ഈ പരാതി ഈ വ്യാജ ഭീഷണി ഉള്ളത് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. എന്തായാലും ഇത് സ്ഥിരീകരിക്കാവുന്ന ഒരു ഭീഷണിയാണെന്ന് കരുതുന്നില്ലെങ്കിലും നിയമാനുസൃതമുള്ള എല്ലാ പരിശോധനകളും ആരംഭിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് കണ്ണൂൺ പോലീസ് സ്റ്റേഷനുണ്ട്. അവിടെയും ബോംബ് സ്ക്വാഡ് അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. കമ്മീഷണറുടെ കീഴിലുള്ള ബോംബ് സ്ക്വാഡും ഒക്കെ തന്നെ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. അവിടെ പരിശോധന കൃത്യമായി ആരംഭിക്കും. സെക്രട്ടേറിയറ്റിൽ അല്ലെങ്കിൽ തന്നെ അതീവ സുരക്ഷാ മേഖലയായ സെക്രട്ടേറിയറ്റിൽ വളരെ കർശനമായ പരിശോധനകളും നിരീക്ഷണങ്ങളുമുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെ ഭീഷണി സത്യമാണോ അല്ലയോ എന്ന കാര്യത്തിലുള്ള കാര്യമായ പരിശോധനയാണ് ഇപ്പോൾ നടത്തിവരുന്നത്. ഇന്നലെ ഉണ്ടായ ഭീഷണികൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഓഫീസിനും നേരെയും ഭീഷണി വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ എറണാകുളത്തായിരുന്നു. അദ്ദേഹത്തിന് സർക്കാർ വാർഷികവുമായി ബന്ധപ്പെട്ട ഇടുക്കിയിലും മറ്റും പരിപാടികളുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഇന്ന് ഓഫീസിലേക്ക് വരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകുന്നത്. ശ്രീജിത്ത്, നമുക്ക് മറ്റു ചില അപ്ഡേറ്റുകൾ കൂടി വേണം. ഞാൻ അതിലേക്ക് വരാം. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ ഓഫീസിന് നേരെ ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നു. സെക്രട്ടേറിയറ്റിലേക്ക് പരിശോധന സംഘം, പോലീസും ബോംബ് സ്ക്വാഡും പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. അതീവ സുരക്ഷാ മേഖലയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ സുരക്ഷാ മുൻകരുതലുകളിലേക്ക് പോലീസും ബോംബ് സ്ക്വാഡും കടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിമാനത്താവളത്തിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ തിരുവനന്തപുരത്ത് ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. അതൊക്കെ വ്യാജമാണെന്ന് തെളിഞ്ഞു. ഇപ്പോൾ ഈ കമ്മീഷണർക്കാണ് ഈ ഇമെയിൽ സന്ദേശം ലഭിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനൊരു സന്ദേശം വന്ന കാര്യം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് പരിശോധനാ സംഘം ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ മറ്റു കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. അല്പം മുൻപാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ബോംബ് ഭീഷണി എന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ആർ ശ്രീജിത്ത്, ഞങ്ങളുടെ പ്രതിനിധി, വിവരങ്ങൾ നൽകുകയായിരുന്നു.